അന്തർ സംസ്ഥാന ബസ്സുകൾ പലപ്പോഴും ഈ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം 3 ബസ്സുകളാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത്. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് ബംഗളൂരു മടിവാളയിൽ നിന്ന് തൃശ്ശൂർ വരെയാണ്. സാധാരണഗതിയിൽ 10 മണിക്കൂറെങ്കിലും വേണ്ട ദൂരം ഞങ്ങളിപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്ന ബസ്സിൽ കാണിക്കുന്നത് 7 മണിക്കൂറാണ്. എങ്ങനെയാണ് ഈ ബസ്സിൻ്റെ പോക്ക് എന്ന് നമുക്ക് കണ്ടു നോക്കാം. മൈസൂരു എക്സ്പ്രസ് ഹൈവേയിൽ ഹെവി വാഹനങ്ങളുടെ പരമാവധി വേഗത 80 കിലോമീറ്ററാണ്. ഇനി ഇത് നോക്കുക. ബസ് പോകുന്നത് പലപ്പോഴും 95 കിലോമീറ്ററിലധികം വേഗതയിൽ. മൈസൂരുവിന് മുൻപ് ശ്രീരംഗപട്ടണത്ത് നിന്നും ഇടത്തോട്ട് പോയി KRS റോഡിലൂടെ ഹുൻസൂരേക്ക്, ശ്രീരംഗപട്ടണം വരെ എത്തിയത് 20 മിനിറ്റ് നേരത്തെ. ഇനി മൈസൂരു തലശ്ശേരി റോഡിലൂടെ കേരള അതിർത്തിയായ കുട്ടയിലേക്ക്. കുട്ട ചെക്ക് പോസ്റ്റ് കടന്ന് കാട്ടിൽ കയറിയതോടെ ശരാശരി 30 കിലോമീറ്റർ വേഗതയിൽ പോകേണ്ട വാഹനം പലപ്പോഴും പോയത് 70 കിലോമീറ്റർ വേഗതയിൽ. വശങ്ങളിൽ വന്യജീവികളെയും കാണാം. മൂന്ന് മണിക്ക് മാനന്തവാടിയിലും ചുരമിറങ്ങി 5 മണിക്ക് മഞ്ചേരിയിലും ഞങ്ങളെത്തി. 8 മണിയോടെ ലക്ഷ്യസ്ഥാനമായ തൃശ്ശൂരിലും. ഞങ്ങൾ ഏകദേശം 500 കിലോമീറ്ററിലധികം പിന്നിട്ടിരിക്കുകയാണ്. ഈ റാഷ് ഡ്രൈവിംഗ് എന്നുള്ള വകുപ്പിലൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും പലയിടത്തും വേഗപരിധി മറികടന്ന് അല്ലെങ്കിൽ ലംഘിച്ചുകൊണ്ടാണ് ഈ ബസ്സും യാത്ര ചെയ്തത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള മടക്കയാത്രയിലാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയായിട്ട് അപകടങ്ങൾ ഉണ്ടാക്കിയ കല്ലട ട്രാവൽസിലാണ് എൻ്റെ യാത്ര. നിലവിൽ തന്നെ ഏതാണ്ട് 1 മണിക്കൂറിലധികം ലേറ്റാണ്. രാവിലെ 5:30 അവിടെ ഓടിയെത്തുമെന്നാണ് ബസ്സിൻ്റെ ആളുകൾ പറയുന്നത്. അതെങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. കണ്ടു നോക്കാം നമുക്ക്. സേലം വഴിയാണ് മടക്കയാത്ര. കേരളത്തിലെ റോഡിൽ പരമാവധി 70 കിലോമീറ്റർ വേഗപരിധി പാലിച്ച വണ്ടി തമിഴ്നാട്ടിൽ കടന്നതോടെ വിശ്വരൂപം പുറത്തെടുത്തു. സേലം ബാംഗ്ലൂർ ഹൈവേയിൽ മണിക്കൂറിൽ 105 മുതൽ 110 വരെയായിരുന്നു വേഗത. യാത്രക്കാർ സുഖനിദ്രയിലാണ്ട് പോകുമ്പോഴാണ് ഈ മരണപ്പാച്ചിൽ. 1 മണിക്കൂർ വൈകി പുറപ്പെട്ടിട്ടും രാവിലെ 8 മണിക്ക് മുന്നേ ബംഗളൂരുവിൽ ഞാനെത്തി. അപകടങ്ങൾ ആവർത്തിക്കുമ്പോഴും ഈ വേഗപ്പാച്ചിൽ നിയന്ത്രിക്കാൻ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല എന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. ശ്രീനി US-നൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.